യാതൊരുവിധ സ്പോയിലേഴ്സോ സിനിമയിലെ സസ്പെൻസോ സിനിമയിലെ മറ്റു പല രംഗങ്ങളുമോ ഒന്നും തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണാൻ സാധിക്കും. ബൊഗെയിൻവില്ല എന്ന സിനിമ സൃഷ്ടിച്ച അമൽ നീരദിന് സ്തുതി, റൂത്തിൻ്റെ ലോകം എന്ന നോവൽ സൃഷ്ടിച്ച ലാൽ ജോസിനും സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബൊഗെയിൻവില്ല സിനിമ ഇപ്പോൾ OTT അവൈലബിൾ ആണ്. സോണി ലൈവ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ബൊഗെയിൻവില്ല കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിൽ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനകത്തിൽ ഷെയർ ചെയ്യുന്നത്. അമൽ നീരദ് സംവിധാനത്തിൽ പിറന്ന ഒരു ക്രൈം സൈക്കോളജിക്കൽ ത്രില്ലറാണ് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. 2019 ഡയറക്ടർ ലാൽ ജോസ് പുറത്തിറക്കിയ റൂത്തിൻ്റെ ലോകം എന്ന നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ഒരു ഓവറോൾ ഒരു കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സ്പോയിലേഴ്സ് ഒന്നുമല്ല, ഒരു ഓവറോൾ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച ഒരു ഭാര്യയെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഭർത്താവ്. സോ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ബാക്കി ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലേഴ്സ് ആവും. അതുകൊണ്ട് മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു 85% ക്രൈം ത്രില്ലർ മൂവീസ് എല്ലാം ഒരേ സെയിം പാറ്റേണിലായിരിക്കും. അതായത് ഇപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒരു സീൻ കാണിക്കും. ആ ഫസ്റ്റ് ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ആരാണിത് ചെയ്തത്, എന്തിനാണിത് ചെയ്തത്, എപ്പോഴാണിത് ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉടലെടുത്ത് വരും. അതായിരിക്കും ഫസ്റ്റ് സീൻ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് ആയിരിക്കും വരുന്നത്. അതായത് അവരാരാണ്, എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, നിലവിലുള്ളവർ ആരാണ്, എന്താണെന്നുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും പിന്നെ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ക്രൈം നടക്കുന്നു. ആ ക്രൈം ഇവരുടെ ജീവിതത്തിൽ ബാധിക്കുന്നു. അതിനുശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും പിന്നീടുള്ള ഭാഗം. എല്ലാം കഴിഞ്ഞ് അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു സസ്പെൻസ് റിവീൽ അവിടെ ഉണ്ടാകുന്നു. ആരാണ് പ്രതി എന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് ആ സിനിമയിൽ ഉദ്ദേശിക്കുന്ന സസ്പെൻസ് എന്ന് ഉള്ളത് അവിടെയാണ് റിവീൽ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ക്രൈം ത്രില്ലർ, ഒട്ടുമിക്ക ക്രൈം ത്രില്ലർ മൂവീസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതുതന്നെയാണ് അമൽ നീരദ് ഈ ഒരു സിനിമയിലും ബൊഗെയിൻവില്ല സിനിമയിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ക്രൈം ത്രില്ലർ മൂവീസിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയറക്ടേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സമയത്തും അല്ലെങ്കിൽ ഈ അവസാനം ക്ലൈമാക്സിൻ്റെ ഈ ഒരു സമയത്തുമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങളിലായിരിക്കും നമ്മളെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു വാവ് എഫക്റ്റ്, ഒരു സർപ്രൈസ് എഫക്റ്റ് ഒക്കെ തരുന്നത് ഈ രണ്ട് ഭാഗങ്ങളായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ഏരിയയും അതോടൊപ്പം തന്നെ ലാസ്റ്റ് ആ ഒരു സസ്പെൻസ് റിവീലിങ്ങിൻ്റെ ആ ഒരു സമയത്തും. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും എനിക്കങ്ങനെ ഒരു വലിയൊരു വാവ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എനിക്കങ്ങനെ ഒരു വലുതായിട്ട് ഈ സിനിമയിൽ ബൊഗെയിൻവില്ലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിൽ ഒട്ടുമിക്ക സീനുകളും മുൻകൂട്ടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളൊരു ക്രൈം ത്രില്ലർ മൂവി സ്ഥിരം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തിലെ പല സീനുകളും മുൻകൂട്ടി നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇതിനകത്തിൽ കഴിയും എന്നുള്ളതാണ് ഈ ഫിലിം കണ്ടതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു മോശം മൂവിയാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു നല്ല ഫിലിമാണ്, ഇറ്റ്സ് എ ഗുഡ് ഫിലിം. പക്ഷേ എനിക്കങ്ങനെ ഒരു ത്രില്ലർ മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത്രയും ഒരു വാവ് എഫക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നല്ല മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ച് ലാഗ് ഉണ്ടാവും. അമൽ നീരദ് ഫിലിമിൻ്റെ കുറച്ച് സിനിമകളിലൊക്കെ, ചില സിനിമകളിലൊക്കെ അമൽ നീരദിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു ലാഗ് വരും. അത് അതിനകത്തിലുണ്ട്. അവസാനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈമുദ്ര പതിപ്പിക്കുന്ന എല്ലാ സിനിമയിലും അമൽ നീരദിൻ്റെ ഒരു കൈമുദ്ര ഉണ്ടാവുമല്ലോ, അത് ഈ സിനിമയിലും ഉണ്ട്. അതെന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, പക്ഷേ എന്നാലും ഞാനത് പറയുന്നില്ല. ഇതിനകത്തിൽ ആക്ടേഴ്സ് ആയാലും ശരി, ഇപ്പം കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ഫാഫ, വീണ, ഇവരെ എല്ലാവരെയും എടുത്ത് നോക്കുക, ഷറഫുദ്ദീൻ, ഇവരെ എല്ലാവരെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ എല്ലാവർക്കും ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ പെർഫോം ചെയ്യാൻ പറ്റി. പക്ഷേ ആ ക്യാരക്ടറിനൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫാഫ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്, ഫഹദ് ഫാസിൽ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്നുള്ളതോടെ ഒന്ന് പറയണം കേട്ടോ. എനിക്കത്ര ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒട്ടും ഇല്ലെന്നല്ല, ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങളെന്തായാലും ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ സിനിമയൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ തിരിച്ചു വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
എനിക്കതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല തോന്നിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയും ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, മറ്റു പല വീഡിയോസുകളും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം എന്നുള്ള കാര്യം വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.